അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുകയാണ്. നമ്മുടെ റിയാക്ഷൻ എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ജനങ്ങളുടെ ഡിഫൻഡർ എന്നാണ് നമ്മുടെ സബ്ജക്റ്റ്. അത് ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നതെന്നെങ്കിൽ ഈ ജനങ്ങളുടെ ഡിഫൻഡർ എന്നുള്ളത് അറിയാവുന്നവർക്ക് മനസ്സിലാവും. കാര്യം ഒരു അച്ചാനുണ്ട് കോട്ടയത്ത്, അതേപോലെ നല്ല രീതിയിൽ ചാരിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അത് ആ സൈഡൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാനിവിടെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ജനങ്ങളുടെ ഡിഫൻഡറിനെ കുറിച്ചാണ്. അതേപോലെ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അതായത് ഏത് സമയത്തും നമുക്ക് ഈ ഡിഫൻഡർ അടുത്ത് എവിടെ വേണമെങ്കിലും പോകാവുന്നതാണോ, അതോ ലോക്ക് ചെയ്യത്തില്ല കേട്ടോ, അദ്ദേഹം വണ്ടി ലോക്ക് ചെയ്യത്തില്ല. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടി എടുത്തൊരു ഡിഫൻഡറാണ്. അപ്പം അദ്ദേഹം ചെയ്യുന്ന ഒരു സൈഡുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട്. അതൊന്നും അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ജനങ്ങളുടെ ഡിഫൻഡർ. ഏത് ജനങ്ങളുടെ ഡിഫൻഡറിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല എൻ്റെ സബ്ജക്റ്റ്. നമുക്ക് ആ ജനങ്ങളുടെ ഡിഫൻഡർ അതെന്താ ഞാൻ പറയാൻ കാര്യം എന്നുള്ളത് ഞാനിപ്പോൾ വീഡിയോ ഇടാം. നിങ്ങളത് കണ്ടിട്ട് അദ്ദേഹം എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് ശരിക്കും മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ പറയാം. ആവശ്യമായിട്ട് കണ്ടോളൂ. ഞാൻ എപ്പോഴും പറയുന്നു, ഇത് ജനങ്ങളുടെ വണ്ടിയായിട്ടോ, എന്റെ വണ്ടിയായിട്ട് ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല കേട്ടോ. എപ്പോഴും ഇന്നുവരെ ലോക്കാക്കിയിട്ടില്ല എന്റെ വണ്ടി. ഇന്നുവരെ ലോക്കാക്കേണ്ട കാര്യമില്ലല്ലോ. ഡിഫൻഡർ എടുത്താലും BMW എടുത്താലും ഞാൻ ഏറ്റവും ആദ്യം ചെയ്യുന്നത് താഴെ, അതായത് ഏറ്റവും കഷ്ടത അനുഭവിക്കുന്നവർ ആ കാറെ കയറ്റുക എന്നുള്ളതാണ് എന്റെ മെയിൻ ലക്ഷ്യം. ഞാൻ ഇന്നും ആരാണോ കഷ്ടത അനുഭവം അവരെ തന്നെ ഞാൻ ആദ്യം വണ്ടിയെ കയറ്റി. ഞാൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ അമ്മയെ കയറ്റിയതിന് ശേഷം ആദ്യമായിട്ട് കയറ്റുന്ന കഷ്ടത അനുഭവിക്കും. കാരണം അവർക്ക് വേണ്ടി വരെ എപ്പോഴും നിങ്ങൾക്ക് അറിയാലോ, എവിടെ പോയാലും പിള്ളേർ ഓടി വരും, കുഞ്ഞു പിള്ളേരുകൾ ഓടി വന്നിട്ട് അച്ചായ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ വിളിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ. എൻ്റെ വണ്ടികൾ മാത്രമേ കയറുള്ളൂ. നിങ്ങൾക്കറിയാലോ, ആർക്കും ധൈര്യത്തോടെ കയറാവുന്ന, എത്ര പാവപ്പെട്ട എത്ര ചെളി പിടിച്ചവർക്കായാലും ധൈര്യമായിട്ട് കയറാവുന്ന വണ്ടി ആടെ വണ്ടിയാണ് സത്യം. എൻ്റെ BMW ആയാലും എൻ്റെ ഡിഫൻഡർ ആയാലും എൻ്റെ ഏത് വണ്ടികളായാലും, എൻ്റെ വണ്ടി കളക്ഷൻ ഏത് വണ്ടികളായാലും, ഏത് പാവം കുഞ്ഞുങ്ങൾക്കായാലും, ഏത് പാവം അപ്പനും അമ്മയ്ക്കായാലും, ഇനി ഏത് സാധനക്കാർക്കായാലും ഓടി വന്ന് കയറാൻ പറ്റില്ല. ഇപ്പോഴും തുറന്നിട്ടിട്ടുണ്ട്, ആർക്കും വന്നും കയറാം. അല്ലേ, നമ്മൾ അത്ര വലിയ ആളാണോ? ഇതൊക്കെ ഉണ്ടാകുന്ന ഈ പാവങ്ങളുടെ പ്രാർത്ഥന ഉണ്ടല്ലേ. ഇത്രയും ചിന്തിച്ചാൽ ഈ ഡിഫൻഡർ ആയാലും ഏതൊരു സാധനക്കാർക്കും ധൈര്യമായിട്ട് വന്ന് കയറാം, എപ്പം വേണമെങ്കിലും കയറാം. അതിനാരും പറയില്ല അതെന്റെ വണ്ടിയാണ്. കാർ എടുക്കുന്നതിന് കൂടെ പ്രാർത്ഥിക്കുക, കുറെ ചാരിറ്റി ചെയ്യാനായിട്ട് കേട്ടോ. കാറുകൾ ഇങ്ങനെ എടുക്കുന്ന കാര്യമില്ല, പക്ഷെ ചാരിറ്റി ചെയ്യാൻ ദൈവം ആയിത്തരാന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇതാണ് കേരളത്തിലെ ആദ്യത്തെ ജനങ്ങളുടെ ഡിഫൻഡർ. ഓക്കെ.